ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു. രാജ്യമെങ്ങും 4G കണക്ഷനുമായി BSNLന്റെ 4G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് BSNLന്റെ 4G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി. ടെലികമ്മ്യൂണിക്കേഷൻസ് മേഖലയ്ക്ക് ഊർജ്ജമേകാൻ BSNLന്റെ തദ്ദേശീയ സാങ്കേതികവിദ്യയാണ് പ്രധാനമന്ത്രി ഒഡീഷയിൽ ഉദ്ഘാടനം ചെയ്തത്. ടെലികോം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇതോടെ ഇന്ത്യയും എത്തി. ഡെൻമാർക്ക്, സ്വീഡൻ, ദക്ഷിണ കൊറിയ, ചൈന അടക്കമുള്ളവയാണ് ടെലികോം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന മറ്റു രാജ്യങ്ങൾ. BSNLന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 97,500 പുതിയ 4G ടവറുകളാണ് പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തത്. 92,600 ടെക്നോളജി സെറ്റുകളും ഇതിന്റെ ഭാഗമായുണ്ട്. പൂർണ്ണമായും പ്രാദേശികമായ സാങ്കേതിക വിദ്യയാണ് BSNL 4Gക്ക് ഊർജ്ജമാകുക. 4Gയിലേക്ക് മാറുന്നതോടെ 2 ദശലക്ഷം പുതിയ ഉപഭോക്താക്കളെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് BSNL. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ചിപ്സെറ്റ് അവതരിപ്പിച്ച് ക്വാൽകോം. സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റിന്റെ പിൻഗാമിയായ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് Gen 5 അവതരിപ്പിച്ചു. മൊബൈൽ ചിപ്പ് നിർമ്മാതാക്കളായ ക്വാൽക്കത്തിന്റെ ഏറ്റവും പുതിയ ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് Gen 5. സ്നാപ്ഡ്രാഗൺ സമ്മിറ്റ് 2025 വെച്ചാണ് പുതിയ ചിപ്പ് അവതരിപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തെ സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റിന്റെ പിൻഗാമിയായി എത്തുന്ന ഈ ചിപ്സെറ്റ് പ്രകടനത്തിലും പുതിയ ഫീച്ചറുകളിലും കാര്യമായ അപ്ഗ്രേഡുകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ മൊബൈൽ സിസ്റ്റം ഓൺ എ ചിപ്പ് എന്നാണ് ക്വാൽകം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. TSMCയുടെ 3nm പ്രോസസ്സിലാണ് സ്നാപ്ഡ്രാഗൺ 8 എലൈറ്റ് Gen 5 നിർമ്മിച്ചിരിക്കുന്നത്. 3ാം തലമുറ ഓറിയോൺ CPU ഉപയോഗിക്കുന്ന ഈ ചിപ്സെറ്റിന് മുൻഗാമിയേക്കാൾ 20% CPU പ്രകടനവും 35% മെച്ചപ്പെട്ട ഊർജ്ജക്ഷമതയുമുണ്ട്. ആപ്പിളിന്റെ ഏറ്റവും പുതിയ A19 Pro ചിപ്പിനൊപ്പം എത്താൻ ഇതിന് കഴിഞ്ഞു. മീഡിയാടെക് ഡെൻസിറ്റി 9500, സാംസങ് എക്സിനോസ് 2600 തുടങ്ങിയ എതിരാളികളെയും ഇത് മറികടന്നു. ഗ്രാഫിക്സ് ഗെയിമിംഗ് രംഗത്തും പുതിയ ചിപ്സെറ്റ് മികവ് പുലർത്തുന്നു. ഇതിലെ പുതിയ ഹെക്സഗൺ NPU മുൻഗാമിയേക്കാൾ 37% വേഗതയേറിയതാണെന്ന് ക്വാൽകം അവകാശപ്പെടുന്നു. കൂടാതെ ഉപഭോക്താക്കളുടെ ദിനചര്യകളും മുൻഗണനകളും സംഭാഷണങ്ങളും അടിസ്ഥാനമാക്കി ശുപാർശകൾ നൽകുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ക്വാൽകം പേഴ്സണൽ സ്ക്രൈബ്, പേഴ്സണൽ ഗ്രാഫ് തുടങ്ങിയ പുതിയ AI ഫീച്ചറുകളും അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകത്തെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനായ ഗൂഗിൾ 27ന്റെ നിറവിൽ. പിറന്നാൾ ദിനത്തിൽ ആദ്യ ലോഗോ ഡൂഡിലായി അവതരിപ്പിച്ചിരിക്കുകയാണ് ഗൂഗിൾ. ഗൂഗിൾ സേവനം ലഭ്യമായി തുടങ്ങിയിട്ട് 27 വർഷമായി. ഒരു സാധാരണ സർവകലാശാല ഡോർമെട്രിയിൽ നിന്ന് തുടങ്ങി ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് വിവരങ്ങൾ എത്തിക്കുന്ന ഒരു ടെക് ഭീമനായി ഗൂഗിൾ വളർന്ന കഥ അവിശ്വസനീയമാണ്. 1990കളിൽ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളായിരുന്ന ലാറി പേജും സെർജി ബ്രിന്നും ചേർന്നാണ് ഗൂഗിളിന് തുടക്കമിട്ടത്. ഇത്രയേറെ വെബ്സൈറ്റുകളിൽ നിന്ന് വേണ്ട വിവരങ്ങൾ പെട്ടെന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്ന ചോദ്യമാണ് ഒരു പുതിയ വഴി തേടാൻ അവരെ പ്രേരിപ്പിച്ചത്. ആദ്യം ബാക്ക്റബ് എന്നായിരുന്നു ഇതിന് പേരിട്ടിരുന്നത്. പിന്നീട് ഒന്നിനു ശേഷം 100 പൂജ്യങ്ങൾ എന്ന അർത്ഥം വരുന്ന ഗൂഗിൾ എന്ന വാക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഗൂഗിൾ എന്ന് പേരുമാറ്റി. 1998 സെപ്റ്റംബറിൽ കാലിഫോർണിയയിലെ ഒരു സാധാരണ ഗ്യാരേജിൽ നിന്നാണ് ഗൂഗിളിന്റെ ഔദ്യോഗിക പ്രവർത്തനം ആരംഭിക്കുന്നത്. ലോകത്തെ മാറ്റിമറിച്ച സാങ്കേതിക വിപ്ലവത്തെ വെറും സെർച്ച് എഞ്ചിൻ എന്ന നിലയിൽ ഒതുങ്ങി നിൽക്കാൻ ഗൂഗിൾ ഒരുക്കമായിരുന്നില്ല. കാലം കടന്നുപോകുന്തോറും ഗൂഗിൾ പുതിയ മേഖലകളിലേക്ക് കടന്നു ചെന്നു. 1998ലെ ഡൂഡിൽ ഷോക്കേസ് അടക്കമുള്ളവ പ്രദർശിപ്പിച്ചാണ് ഗൂഗിൾ 27ാം ജന്മദിനം ആഘോഷിക്കുന്നത്. 90കളുടെ നൊസ്റ്റാൾജിയയ്ക്കൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നേട്ടങ്ങളും ഗൂഗിൾ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.